സെക്രട്ടേറിയറ്റ് നടയിലെ ആശാസമരം 45-ാം ദിവസം പിന്നിടുകയാണ്. നിരാഹാര സമരം 7 ദിവസമായി തുടരുന്നു. ഇതിനിടെ ഇന്ന് വൈകിട്ടോടെ നിരാഹാര സമരം ഇരുന്ന വട്ടിയൂർക്കാവ് UPHSCയിലെ ആശാപ്രവർത്തക തങ്കമണിക്കും കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിന്റെയും ശാരീരികാവസ്ഥ മോശമായി. തുടർന്ന് ഇരുവരെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവർക്കും പകരമായി പാലോട് FHSCയിൽ നിന്നുള്ള ആശാപ്രവർത്തക അനിതാകുമാരിയും പുത്തൻതോപ്പ് PHSCയിലെ ബീന പീറ്ററും നിരാഹാര സമരം ഏറ്റെടുത്തു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി സംഘടിപ്പിച്ച ജനസഭയിൽ സാഹിത്യ, സാമൂഹിക, കലാ, സാംസ്കാരിക നിയമരംഗങ്ങളിലെ പ്രമുഖർ ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. ഏത് ജനാധിപത്യ ഗവൺമെന്റും ചെയ്യേണ്ടതുപോലെ, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ചും ചെയ്യേണ്ടതുപോലെ ഈ തൊഴിലാളികളെ അധിക്ഷേപിക്കുകയോ അവർ ഒരു ന്യൂനപക്ഷമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ അപഹസിക്കുകയോ അല്ലാതെ അവരെ യഥാർത്ഥമായ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്. ദുർവാശിയും പരിഹാസവുമാണ് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ മുഖമുദ്ര എന്ന് നടൻ ജോയി മാത്യു. ആമസോൺ കാർഡ് കത്തുന്നതിന് ബ്രസീൽ എംബസിക്ക് മുൻപിൽ സമരം ചെയ്തവർ സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന സമരത്തെ കാണുന്നില്ല എന്നും ജോയിയുടെ വിമർശനം. സുരേഷ് ഗോപി ഇനി ഓർഡറായിട്ട് വന്നാൽ മതി, അതെന്റെ അഭിപ്രായം. കാരണം പിന്തുണ പ്രഖ്യാപിക്കാൻ എനിക്കും പറ്റും, നാളെ കൂട്ടിത്തരാന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ നമ്മളത് അവിടെ പോയി നേടിയെടുത്ത് വരണം. അതിനല്ലേ MP, നമ്മളെ കേന്ദ്രമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യണം. വരും ദിവസങ്ങളിലും സിനിമാ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് കൂടുതൽ പേർ ആശാസമരത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.